ഒരു 4 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീൻ ദാറ്റ് ഐ ഫോളോ. സോ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലെൻസിങ് 2 ടൈപ്പ് ഉണ്ട്. ലൈക്ക് ഓയിൽ ക്ലെൻസിങ് ഉണ്ട് ആൻഡ് ഹൈഡ്രാ ക്ലെൻസിങ്ങും രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഡെയിലി മേക്കപ്പ് ഒക്കെ ഇടുന്നവരാണ്, നമ്മളെല്ലാവരും മേക്കപ്പ് നല്ലോണം യൂസ് ചെയ്യുന്നവരാണ്. സോ നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ഈ മേക്കപ്പ് നല്ലോണം കഴുകി കളയാനും നമ്മൾ നോക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഈ സ്റ്റിക്കി മേക്കപ്പ്സ് ഉണ്ട്, പല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം, നല്ല ക്ലീൻ ഫേസിലേക്ക് വേണം ഈ സ്കിൻ കെയർ ചെയ്ത് കൊടുക്കാൻ. സോ അതിനുള്ള 2 പ്രൊഡക്ട്സ് ഞാൻ ആദ്യമേ ഒന്ന് കാണിക്കാം, എന്നിട്ട് ബാക്കി 4 സ്റ്റെപ്പ് സ്കിൻ കെയർ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ആ 2 പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യുന്ന 2 ലൈക്ക് ഞാനിപ്പോൾ ഡെയിലി ഇപ്പോൾ ഓഫീസിൽ പോകുന്നതാണെങ്കിലും ഓഫീസ് ഗോയിങ് ആണെങ്കിലും നമ്മൾ അത്യാവശ്യം ലൈറ്റ് മേക്കപ്പ്സ് മുഖത്തിടുന്നതാണ്. അപ്പോൾ അത് നല്ലോണം നമ്മൾ ക്ലെൻസ് ചെയ്ത് അതിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് അതിൻ്റെ ക്ലെൻസിങ് ബാമാണ്. ഞാൻ പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ഇതിന് വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ബട്ട് നല്ലോണം ഇതിപ്പോൾ ഒരു ബാം ഇതാണ്, നമുക്ക് ഓയിൽ ആൻഡ് ബാം 2 രീതിയിൽ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ബാം എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ബാം. ഇതിൻ്റെ ജസ്റ്റ് ഫോമുല ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരു ജെൽ ടെക്സ്ചറിലാണ് ഇത് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്ത് നെക്സ്റ്റ് ഇത് എടുത്തിട്ടേ ഉള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ബാം ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഹൈഡ്രാ ക്ലെൻസിങ് ആണ്. സോ നമ്മൾ അതായത് ഫേസ് വാഷ് തന്നെ നമ്മളിപ്പോൾ കൂടുതലും ക്ലെൻസർ എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഒരു നല്ല ക്ലെൻസറായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്ലെൻസേഴ്സിൽ ഏറ്റവും നല്ലൊരു ഇതാണ് സിമ്പിളിൻ്റെ ഇത് സിമ്പിൾ ഒരു റീഫ്രഷിങ് ഫേഷ്യൽ വാഷ് ആണ്. ബട്ട് ഇറ്റ്സ് പെർഫെക്റ്റ്. നമ്മുടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടോൺസിനൊക്കെ നല്ലോണം വർക്ക് ആവുന്ന ഒരു സാധനമാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു 300 സംതിങ്ങിന് നമുക്കിത് അത്യാവശ്യം ഈ ഒരു ml ഒരു 150 ml നമുക്ക് കിട്ടും. ഒത്തിരി അത്യാവശ്യം നാളിത് നിൽക്കുകയും ചെയ്യും. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു 2 സ്റ്റെപ്സ് ഇനി ഇതില്ലെങ്കിലും ഇത് ഭയങ്കര മസ്റ്റാണ്. നമ്മളെപ്പോഴും ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് മാത്രം നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ബാക്കി പ്രൊഡക്ട്സ് കാണിച്ചു തരാം. പിന്നെ ഈ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റും സ്പോൺസേർഡ് അല്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ആര് തരാനാണെന്ന്. വളരെയധികം കറക്റ്റ്, ആര് തരാനാണ്. ഞാൻ സ്വന്തമായിട്ട് മേടിച്ച് ഞാൻ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് എൻ്റെ വീഡിയോ. സോ നമുക്ക് ഞാൻ പ്രൊഡക്ട്സ് കാണിക്കാമേ. ആദ്യം നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്. പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് റൈസ് വാട്ടർ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് സിമ്പിളാണ്, അധികമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക. അത് ഇങ്ങനെ ചെയ്യണ്ട. ജസ്റ്റ് പാറ്റ് ഓൾ ഓവർ ത്രൂ യുവർ ഫേസ്. ആൻഡ് ആഫ്റ്റർ ടോണർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സെറം. ഇവിടെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലമ്മിൻ്റെ സെറമാണ്. വിറ്റാമിൻ സി സെറമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ഒരു ഓൾമോസ്റ്റ് 3 years ആയിട്ട് സെയിം തന്നെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഐ തിങ്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറമാണ് പ്ലമ്മിൻ്റെ സെറം. സോ ഐ ഷോ ഇത് തീരാറായിട്ടുണ്ട്. നോർമലി ഇങ്ങനെ ഇത് കൊടുക്കാറില്ല. യൂഷ്വലി ഞാൻ കയ്യിലേക്കാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഷുവർ ദാറ്റ് നിങ്ങളുടെ ഹാൻഡ്സൊക്കെ നല്ല ക്ലീൻ ആണെന്ന് നിങ്ങളെപ്പോഴും നോക്കണം. അതാണ് ചെയ്യേണ്ട ഒരു കാര്യം. സോ കണ്ടോ, സോ ഒരു ഫ്ലോ കീപ്പ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇതിൽ ആപ്റ്റോ സെറം റെറ്റിനോളാണ് ശരിക്കും വരുന്നത്. റെറ്റിനോൾ ബട്ട് ഡെയിലി ബേസിസിൽ റെറ്റിനോളിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ റെറ്റിനോൾ ഒരു ട്രൈസ് ഇൻ എ വീക്ക്, ഒരു മാക്സിമം ട്രൈസ് ഒരു 3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ബിക്കോസ് അത് നമുക്കൊന്ന് നമ്മുടെ ഫേസ് ആൻഡ് ഇതായിട്ടൊന്ന് സെറ്റ് ആവണം. സോ ഞാൻ അധികം നാളായില്ല റെറ്റിനോൾ. ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലാണ് ഇത് വരുന്നത്. ആൻഡ് മേക്ക് ഷുവർ യു യൂസ് ഇറ്റ് വിത്ത് എ മോയ്സ്ചറൈസർ. ഒന്നെങ്കിൽ മോയ്സ്ചറൈസറായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ റെറ്റിനോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആഫ്റ്റർ മോയ്സ്ചറൈസർ ഇടാം. ആൻഡ് പിറ്റേന്ന് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ മസ്റ്റാണ് ആഫ്റ്റർ റെറ്റിനോൾ. പിറ്റേത്തെ മോർണിംഗ് സ്കിൻ കെയറിൽ മസ്റ്റാണ് കേട്ടോ. സോ ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. മേക്കപ്പ് പിഞ്ച് അത് അതിൻ്റെ ആവശ്യമുണ്ട് റെറ്റിനോൾ. സോ ഇത് ചെറുതായിട്ടൊന്ന് പുരട്ടിയാൽ മതി. ആൻഡ് ഈ നമ്മളുടെ ഈ ചെറിയ സ്ഥലങ്ങളിലൊന്നും ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഞാനിപ്പം വളരെ റെറ്റിനോൾ ഭയങ്കര ശ്രദ്ധിച്ച് ശരിയേ ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ നമ്മളുടെ ഈ ഒരു ഏരിയാസിലൊന്നും അധികം റെറ്റിനോൾ ഇട്ട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് മോയ്സ്ചറൈസർ എപ്പോഴും ഏറ്റവും ലൈറ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഒരു കുറേ നാളായിട്ട് ഇപ്പോൾ സിമ്പിളിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഐ തിങ്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലെൻസറും സിമ്പിളിൻ്റെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ മുമ്പ് ഏറ്റവും ആദ്യം നിങ്ങൾ ക്ലെൻസർ ഉപയോഗിക്കാം കേട്ടോ. സോ നമുക്ക് മോയ്സ്ചറൈസറും കൂടെ കിട്ടാം. മോയ്സ്ചറൈസർ ജസ്റ്റ് ഞാൻ ഒരുപാട് ഇടുമെന്ന് വെച്ചാൽ ഒരു ഉപ്പ് എന്നാണ് ഞാൻ കുറച്ച് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. മേക്ക് ഷുവർ യു ഡു ദിസ് ഇൻ യുവർ നെക്ക് ടു. ഭയങ്കര ഹാർഡായിട്ടിട്ട് ഉരയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് ഒരു സർക്കുലർ മോഷനിലാണെങ്കിൽ ഏറ്റവും നല്ലത്.
സോ കണ്ടോ, ലൈക്ക് ഒരു നല്ല സ്മൂത്ത് സ്കിൻ നമുക്ക് കിട്ടും. എല്ലാവർക്കും അറിയാം ഡോട്ട് എം കെയുടെ ലിപ് ബാമാണ്. ആക്ച്വലി ഇതൊരു ബാരിയർ റിപ്പയർ ബാമാണ്. നമുക്ക് ഈ പിഗ്മെൻറ്റഡ് ലിപ്സിനൊക്കെ ഇപ്പം എൻ്റെ കുറച്ച് പിഗ്മെൻറ്റഡ് ആണ് ലിപ്സ്. സോ ഞാൻ ഒരു ഇച്ചിരി ജസ്റ്റ് ഒന്ന് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് ഇടണം. എൻ്റെ നല്ല ഡ്രൈയുമാണ്. സോ ഇതാണ് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ. ഇത് ആക്ച്വലി ഒരു 4 സ്റ്റെപ്സിലുള്ള ചെറിയൊരു സ്കിൻ കെയർ റൊട്ടീനാണ്. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ്. എൻ്റെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ 1000-ന്റെ താഴെ വരുന്ന പ്രൊഡക്ട്സ് ആണ്. നമ്മളൊരു നോർമൽ ലെവലിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ എന്ത് സ്കിൻ കെയർ ചെയ്യുമ്പോഴും അത് ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ഫേസിലിടാനായിട്ട്. ആൻഡ് നമ്മൾ സ്കിൻ കെയർ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ മേക്ക് ഷുവർ ഭയങ്കര ഹെവി സാധനങ്ങളൊന്നും ആദ്യം തന്നെ മുഖത്തേക്ക് ഇടാതെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, കീപ് ഇറ്റ് ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും ഉപയോഗിക്കാം. സോ നമുക്കൊരു കുറച്ച് നാളെടുക്കും, ടൈം എടുക്കും. ബട്ട് യുവർ സ്കിൻ സ്റ്റാർട്ട് ഷോയിങ് സോ മെനി ചേഞ്ചസ്. നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങും. സോ മേക്ക് ഷുവർ എപ്പോഴും നമ്മളൊരു ഒത്തിരി വിലയുടെ സാധനങ്ങൾ ആദ്യമേ എടുത്ത് അതിലല്ല, ലൈക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. ആൻഡ് അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ യൂസ് ചെയ്യുക. ഐ തിങ്ക് സിമ്പിൾ പ്ലം അങ്ങനത്തെയൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പ്ലസ് റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. സോ ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ റെജിം. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നല്ല അഫോർഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. സോ ഗോ ഗ്രാബ് ദിസ് ഓൺ നൈക്ക ആണെങ്കിൽ നിങ്ങൾക്ക് നൈക്കയിൽ നിന്ന് മേടിക്കാം. ആൻഡ് ഞാൻ പേഴ്സണലി സ്കിൻ കെയർ സാധനങ്ങളെല്ലാം മേടിക്കുന്നത് നൈക്കയിൽ നിന്നാണ്. ആൻഡ് ഇതൊരു സ്പോൺസർഡ് വീഡിയോ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. സോ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്നിനെ സെറ്റാക്കി എടുക്കാൻ പറ്റും. സോ ഇതേപോലെ സ്കിൻ കെയർ ടിപ്സ്, ലിപ്സ്റ്റിക് ടിപ്സ്, മേക്കപ്പ് ടിപ്സ്, ഡ്രസ്സിൻ്റെ ടിപ്പുകൾ എല്ലാം ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ഫോർ യു. താങ്ക് യു. സോ ഇനി നമുക്ക് വേറെ ചെറിയ ടിപ്സ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.